കർണൻ വരുമ്പോൾ ഹോസ്പിറ്റൽ റൂമിൽ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് കുഞ്ഞിക്കണ്ണുകൾ പൂട്ടിക്കിടന്നുറങ്ങുന്ന മിത്തുമോളെയാണ് കാണുന്നത്. അവനകത്തേക്ക് പാഞ്ഞു വന്ന അവൾക്കരികിലിരുന്നു. എന്നാൽ അവൻ്റെ ഈ പ്രവൃത്തികളൊന്നും തന്നെ മനസ്സിലാവാതെ പല്ലവിയും അർച്ചനയും പരസ്പരം മാറി മാറി നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിത്തുമോൾക്കരികിലിരിക്കുന്ന കർണനെയും. സാറെന്താ ഇവിടെ? അവൾ അവന് നേരെ ചോദിച്ചതും കർണൻ അവൾക്ക് നേരെ ബെഡിലിരുന്ന് തന്നെ തിരിഞ്ഞു നോക്കി. അതെന്താ, എനിക്കിവിടെ വന്നുകൂടെന്നുണ്ടോ? അതല്ല, മിത്തുമോളെ കാണാൻ മാത്രം ഓടി വരാൻ. സാറിൻ്റെ ആരുമല്ലല്ലോ ഞങ്ങൾ, അവിടുത്തെ വെറും സ്റ്റാഫല്ലേ ഞാൻ. പറഞ്ഞു കഴിഞ്ഞു? അതോ ഇനിയും വല്ലതും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ മിത്തുമോളെയും ഇയാളെയും കാണാനാണ് വന്നതെന്ന്. ഇല്ലല്ലോ, പിന്നെ താനായിട്ട് ഓരോന്ന് ഊഹിച്ച് പറയുന്നത് എന്തിനാ? അവൻ്റെ ദേഷ്യത്തിലുള്ള മറുപടി കേട്ട് പല്ലവിയൊന്നും മിണ്ടാതെ നിന്നു. അത് പിന്നെ സാറിനെ പെട്ടെന്ന് ഇവിടെ കണ്ടതുകൊണ്ട് അവൾ അറിയാതെ പറഞ്ഞതാ. എന്നെ ഇവിടെ പെട്ടെന്ന് വെച്ച് കണ്ടാലും ഞാനിവയെ കാണാൻ വന്നതാണെന്നാണോ അതിനർത്ഥം? ആണോന്ന്? അർച്ചന ഇല്ലെന്ന് തലയാട്ടി. പിന്നെ പല്ലവിയെയും അർച്ചനയും അവനോടൊന്നും ചോദിക്കാൻ നിന്നില്ല. അപ്പോഴേക്കും തൻ്റെ കുഞ്ഞിക്കണ്ണുകൾ തുറന്ന് ചിണുങ്ങി കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ മിത്തുമോളുടെ കണ്ണുകളിൽ കർണൻ്റെ മുഖം തെളിഞ്ഞതും ആ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു. അവൾ ഇമ വെട്ടാതെ കർണനെ തന്നെ നോക്കി ആ കുഞ്ഞി കൈകൾ അവന് നേരെ നീട്ടി. പല്ലവിയും അർച്ചനയും അതിശയത്തോടെ മിത്തുമോളെ നോക്കുന്നുണ്ട്. ഇന്നലെ വരെ ചിണുങ്ങിക്കരഞ്ഞവൾ കർണനെ കണ്ടതും കരയാൻ മറന്ന് ആ മുഖത്ത് ചിരി വിരിഞ്ഞ് നിൽപ്പുണ്ട്. കർണൻ അവളെ അവൻ്റെ കൈകളിൽ കോരിയെടുത്തു. മിത്തുമോൾ അപ്പോഴും അവനെ ഉറ്റുനോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു. അവൾ ഓരോ പ്രാവശ്യം അവൻ്റെ മുഖത്തേക്ക് നോക്കി മോണ കാട്ടി ചിരിക്കുമ്പോഴും കർണൻ്റെ ചുണ്ടിൽ അതിനോടൊപ്പം അറിയാതെ തന്നെ അവളിലേക്ക് ഉമ്മകൾ കൊണ്ട് മൂടിക്കൊണ്ടിരുന്നു. മിത്തുമോൾക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്ന ഡോക്ടറും നേഴ്സും കാണുന്നത് കർണൻ്റെ കയ്യിൽ ഭദ്രമായിരുന്ന് ചിരിച്ച് കളിക്കുന്ന മിത്തുമോളെയാണ്. ആഹാ, അപ്പോൾ അച്ഛനെ കാണാത്തത് കൊണ്ടാണല്ലേ കുറുമ്പിക്ക് പനി പിടിച്ചേ? ഇപ്പം ആൾ ഉഷാറായിട്ടുണ്ടല്ലോ. ഡോക്ടർ കർണൻ്റെ അരികിൽ വന്ന് മിത്തുമോളുടെ താടിക്ക് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവൾ അത് സത്യമാണെന്ന മട്ടിൽ അവളുടെ മോണ കാട്ടി ചിരിക്കാൻ തുടങ്ങി. പല്ലവി ഡോക്ടർ പറഞ്ഞതിനെ തിരുത്താൻ പറയാൻ ഒരുങ്ങിയതും അവളുടെ കയ്യിൽ അർച്ചന പിടുത്തമിട്ടു. വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാവുന്നതാണ്. പെട്ടെന്ന് മിത്തുമോൾക്ക് ഇങ്ങനെ വരാൻ കാരണം? കുഞ്ഞു മനസ്സല്ലേ, അപ്പോൾ അതിൻ്റേതായി താങ്ങാൻ കഴിയാത്ത വിഷമം തട്ടിയിട്ടുണ്ടാവും. ഇപ്പം നമ്മളെപ്പോലുള്ളവർക്ക് വിഷമം തട്ടിയാൽ അത് എന്താണെന്ന് ആരോടെങ്കിലും പറയാനെങ്കിലും കഴിയും. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അതിന് പറ്റില്ലല്ലോ. അവരുടെ സങ്കടം അവർക്കറിഞ്ഞിട്ടാവും മറ്റുള്ളവരെ അറിയിക്കുക. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ പോലും അവരിൽ നിന്ന് മാറി നിന്നാൽ പോലും അത് ആ കുഞ്ഞു മനസ്സിൽ താങ്ങില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ അവളുടെ എല്ലാ സങ്കടവും സ്വന്തം അച്ഛനെ കണ്ടപ്പോൾ മാറിയത്. ചിലപ്പോൾ അവളുടെ സങ്കടത്തിൻ്റെ കാരണവും ഇയാളായിരിക്കും. അതുകൊണ്ടായിരിക്കും താനെടുത്തപ്പോൾ അവളുടെ സങ്കടം മാറി ആള് ഹാപ്പി ആയത്. ഡോക്ടർ അത് പറയുമ്പോഴാണ് കർണൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഇന്നലെ താൻ മിത്തുമോൾ അവന് നേരെ എടുക്കാൻ നീട്ടിയ കുഞ്ഞിക്കൈകൾ കണ്ടില്ലെന്ന് വെച്ച് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോയതെല്ലാം ഓർമ്മ വന്നത്. അവൻ ആ ഓർമ്മകളിൽ നിന്ന് വിട്ടുമാറി മിത്തുമോളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ അവന് മാത്രം കൊടുക്കാൻ കാത്തു വച്ചിരിക്കുന്നത് പോലെ സ്നേഹം മാത്രം ആ കുഞ്ഞുമുഖത്ത് നിറഞ്ഞു നിന്നു. ശരിക്കും ആ കുഞ്ഞു മനസ്സിൽ ഇത്രയും അധികം താൻ ഇടം പിടിക്കാൻ മാത്രം അവൾക്ക് ഞാൻ ആരാണെന്ന ചോദ്യം അവൻ്റെ മനസ്സിൽ ഉലച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം കൂടെ ഡോക്ടർ സംസാരിച്ച് നിന്ന ശേഷം കുഞ്ഞിനുള്ള മെഡിസിൻസും മറ്റും എഴുതി പല്ലവിയുടെ കയ്യിൽ കൊടുത്ത ശേഷം കർണനോട് പോകുമെന്ന് പറഞ്ഞ് അവരെ മറികടന്ന് പോയിരുന്നു. പല്ലവി നോക്കി കാണുമായിരുന്നു തൻ്റെ കൈക്കുള്ളിൽ ഇരിക്കുന്നതിനേക്കാൾ സന്തോഷവതിയാണ് കർണൻ്റെ കൈകളിൽ ഇരിക്കുമ്പോൾ. ഒരു നിമിഷമെല്ലാം മറന്ന് പല്ലവി കർണനെയും മിത്തുമോളെയും മാറി മാറി നോക്കി നിന്നു. അർച്ചനയുടെ പല്ലവി എന്ന വിളിയിൽ അവളുടെ ഓർമ്മകളിൽ നിന്നും പതിയെ വിട്ടുമാറി അർച്ചനയെ നോക്കി. ഇങ്ങനെ നിന്നാൽ മതിയോ? പോകണ്ടേ നമുക്ക്? പല്ലവി അതിനൊന്ന് മൂളിക്കൊണ്ട് പതുക്കെ കർണൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. മിത്തുമോൾ, അത് പറഞ്ഞ് അവന് നേരെ അവളുടെ കരങ്ങൾ മിത്തുമോൾ എടുക്കാനായി ഉയർത്തിയതും കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോവുകയാ ഇപ്പോഴത്തേക്ക്. അത്രയും പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് കർണൻ പുറത്തേക്ക് പോയി. പല്ലവി കർണന് പിന്നാലെ പോകാൻ നിന്നതും അർച്ചന അവളുടെ കയ്യിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. അച്ചു വിട്ടേ നീ, എൻ്റെ മോള്. അയാൾ അവളെ കൊണ്ടുപോയത് കണ്ടില്ലേ നീ? കണ്ടു. എന്നിട്ടാണോ നീ എന്നെ വിടാതെ പിടിച്ചു വച്ചിരിക്കുന്നേ? നീ കണ്ടതല്ലേ മിത്തുമോളുടെ സന്തോഷം. ഇന്നലെ മുതൽ സങ്കടത്തിൽ കരഞ്ഞു തളർന്ന മുഖം ഇന്ന് എന്തുമാത്രം സന്തോഷിക്കുന്നു നീ കണ്ടതല്ലേ? അതിനെല്ലാം കാരണം അയാളാ. അയാളുടെ കയ്യിലിരിക്കുമ്പോൾ അവൾ നിന്നെ പോലും മറക്കുന്നു. കാരണം അവൾക്ക് ഇത്ര നാളും കിട്ടിയതൊരമ്മയുടെ സ്നേഹം മാത്രമാണ്. ഇപ്പം ആ കുഞ്ഞു മനസ്സിലൊരച്ഛൻ്റെ സ്നേഹമായിരിക്കാം അയാളിലൂടെ കാണുന്നത്. മിത്തുമോൾക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ, അതും ഈ ഞാൻ.
അത് നിന്റെ മനസ്സിൽ. പക്ഷേ ആ കുഞ്ഞു മനസ്സൊരച്ഛൻ്റെ സ്നേഹം സംരക്ഷണവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ? ഇല്ല, ഒരിക്കലും ഇല്ല. നീ കണ്ടതല്ലേ, ഇന്നലെ വരെ കരഞ്ഞൊന്നും കഴിക്കാതിരുന്നവൾ ഇന്ന് അയാളെ കണ്ടതുമെല്ലാം മറന്ന് ചിരിച്ചു കളിച്ചതും. എന്തിനേറെ ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ? ഇന്നലത്തെ ആ കുഞ്ഞു മനസ്സിലെ സങ്കടം ചിലപ്പോൾ അയാളെ കാണാൻ വേണ്ടിയായിരുന്നെങ്കിലോ? എന്നാലും അയാൾ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് എന്തിനാ? മിത്തുമോൾക്കിപ്പോൾ നമ്മളെക്കാൾ ആവശ്യം അയാളാണ്. നമ്മളെക്കാൾ അവൾ അവിടെ സുരക്ഷിതയായിരിക്കും. പിന്നെ നിന്റെ മിത്തുമോളെ എന്നേക്കും നിന്റെ കയ്യിൽ നിന്നും എടുത്തുകൊണ്ട് പോയതൊന്നുമല്ല. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് പോയതാവും. കുറച്ച് കഴിയുമ്പോൾ അയാൾ തന്നെ മിത്തുമോളെ നമുക്കരികിൽ കൊണ്ടുവന്നോളും. തൽക്കാലം എൻ്റെ പൊന്നുമോളൊന്നും അധികം ആലോചിക്കാതെ വാ. അവൾക്കുള്ള മെഡിസിനൊക്കെ വാങ്ങിയിട്ട് പോകേണ്ടതാ. വീണ്ടും എന്തോ ആലോചിച്ച് നിൽക്കുന്ന പല്ലവിയെ കടുപ്പിച്ചൊന്ന് നോക്കിയിട്ട് അവളുടെ കൈയും പിടിച്ച് മുൻപിലേട്ട് നടന്നു. കാർ പാർക്ക് ചെയ്ത് തൻ്റെ മമ്മയ്ക്കൊപ്പം ഹോസ്പിറ്റലിലേക്ക് കയറാൻ പോയ സുപ്രിയ കാണുന്നത് മിത്തുമോളെയും കൊണ്ട് കാറിലേക്ക് കയറുന്ന കർണനെയാണ്. മമ്മ, കർണൻ. അപ്പോഴേക്കും അവളുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അങ്ങോട്ടേക്ക് നോക്കി. കർണൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടതും സംശയത്തോടെ അവളെ അവർ നോക്കി. ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞ്, അന്ന് ഓഫീസിൽ പോയപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് ആരുടെ കുഞ്ഞെന്ന് അന്വേഷിച്ചില്ലേ നീ? അന്വേഷിച്ചു മമ്മ. അവൻ്റെ കമ്പനിയിൽ പുതുതായി ജോലിക്ക് വന്ന വെറും എംപ്ലോയീസിൻ്റെ കുഞ്ഞാണ്. വെറും എംപ്ലോയീസ് ആയിട്ടുള്ള ഒരുവളുടെ കുഞ്ഞുമായി എടുക്കാൻ മാത്രം ആ കുഞ്ഞും അവളും ഇവൻ്റെ ആരാ? ഞാൻ പറഞ്ഞില്ലേ മമ്മ, ഈ കുഞ്ഞിൻ്റെ അമ്മയെ കാണാൻ മരിച്ചുപോയ അനാമികയുടെ മുഖ സാദൃശ്യമുണ്ടെന്ന്. ഇനി മരിച്ചുപോയവളുടെ ആരെങ്കിലും ആണോ അവൾ? ഇല്ല, അവരുമായി അവൾക്കൊരു ബന്ധവുമില്ല. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞ് ചിലപ്പോൾ അവളിൽ ആവാനാണ് സാധ്യത. കാരണം അവൻ്റെ മറ്റവളുടെ രൂപമല്ലേ അവൾക്കും. അങ്ങനെ വല്ലോ ആണെങ്കിൽ അവളെയും കൊല്ലും, ആ കുഞ്ഞിനെയും കൊല്ലും ഞാൻ. പിന്നെ നീ ഒരുപാട് കൊല്ലും. ഇത്രയും നാളായിട്ട് അവൻ്റെ മനസ്സിലൊരു ചെറിയ ഇടം പോലും നേടിയെടുക്കാൻ കഴിയാത്ത നീയാ അവളെ കൊല്ലാൻ നോക്കുന്നേ. മമ്മ, നീ ഇങ്ങനെ കിടന്ന് വിളിക്കണ്ട, ഞാൻ കാര്യമല്ലേ പറഞ്ഞത്. ആ അനാമിക പോയിട്ട് 2 വർഷത്തോളം ആവുന്നു. ആ സമയത്ത് നീ ശ്രമിച്ചിരുന്നെങ്കിൽ അവനിപ്പോൾ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ, അവൻ എന്നെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചില്ലല്ലേ. എനിക്ക് എന്തേലും ചെയ്യാൻ കഴിയൂ? ഇനി അതേപറ്റി ഓർത്തുള്ള സമയം കൂടെ കളയാതെ എങ്ങനെ അവനെ നമ്മുടെ വരുതിയിലാക്കാമെന്നാണ് നോക്കേണ്ടത്. അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറാൻ സുപ്രിയ കാണുന്നത് തനിക്കെതിരെ നടന്നു വരുന്ന പല്ലവിയെയും അർച്ചനയെയുമാണ്. സുപ്രിയ തൻ്റെ മമ്മിയെ വിളിച്ച് അവർക്കെതിരെ വന്ന പല്ലവിയെ കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് അവളോടുള്ള ദേഷ്യവും പുച്ഛവും നിറഞ്ഞു നിന്നു. തൻ്റെ മകളുടെ സ്ഥാനം കൈക്കലാക്കി അവളോട് എന്ന പോലെ. പല്ലവി കർണൻ മിത്തുമോളെ കൊണ്ടുപോയ ഓർമ്മയിൽ തനിക്കെതിരെ വരുന്നവരെ ശ്രദ്ധിച്ചില്ല. എന്നാൽ സുപ്രിയക്കൊപ്പം വന്ന സ്ത്രീയെ കണ്ടതും അർച്ചന തറഞ്ഞു നിന്നു. അവൾ ദയനീയമായി പല്ലവിയെ നോക്കുമ്പോൾ അവൾ വേറെ ഏതോ ലോകത്തെന്ന പോലെയാണ്. അർച്ചനയുടെ പല്ലവി എന്ന വിളിയാണ് അവളെ ചിന്തകളിൽ നിന്നും പിന്തിരിപ്പിച്ചത്. പല്ലവി എന്തെന്ന രീതിയിൽ അവളെ നോക്കിയതും അർച്ചന മുന്നിലേക്ക് നോക്കാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു. സുപ്രിയക്കൊപ്പം വരുന്ന സ്ത്രീയെ കണ്ടതും അവളുടെ കാലുകൾ കുഴയുന്നത് പോലെ തോന്നി. കൺമുന്നിൽ കാണുന്നത് സത്യമാണോ അതോ മിഥ്യയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. പല്ലവിയുടെ ചുണ്ടുകൾ അമ്മ എന്ന് മന്ത്രിച്ചു. ഒരു നിമിഷം അവളുടെ അമ്മയുടെ ഓർമ്മകളിൽ അവൾ അവിടെ തന്നെ കുരുങ്ങിക്കിടന്നു. അന്ന് സത്യനെയും ആ 2 പെൺമക്കളെയും ഉപേക്ഷിച്ച് തൻ്റേതായ ജീവിതം നോക്കി പോയതാണ് ലേഖ എന്ന ഊർമിള. സത്യനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവർ അവരിലെ പേരിനെ പോലും എടുത്തു മാറ്റിയിരുന്നു. സത്യൻ ലേഖയുടെ മടങ്ങിപ്പോക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അയാൾ തിരിച്ച് അയാളുടെയും മകളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാൻ വിളിക്കാൻ പോയ സത്യനെ അവർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആട്ടിയിറക്കി. എന്നിട്ടും അയാൾ തൻ്റെ മക്കൾക്ക് വേണ്ടി അവളുടെ ഇഷ്ടം പോലെ സീരിയൽ അഭിനയിക്കാൻ വിടാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും അയാൾക്കൊപ്പം വരാൻ വീണ്ടും അപേക്ഷിച്ചു. എന്നാൽ അവർ അവരുടെ പുതിയ തിരിച്ചുവരവിൽ അവർക്ക് കിട്ടിയ സ്ഥാനങ്ങൾ ഓർത്ത് മതിമറന്ന് അയാളെ കൂടെ ഉണ്ടായിരുന്നവരെ കൊണ്ട് തള്ളിയിറക്കി. ആദ്യമായി സത്യനെ മദ്യപിച്ചെന്നാണ് പല്ലവി കണ്ടത്. കാരണം അത്രമാത്രം തൻ്റെ അച്ഛൻ്റെ മനസ്സ് തകർന്നിരുന്നു. അന്നത്തെ 2ാം ക്ലാസ്സുകാരി പല്ലവിക്ക് അച്ഛനെ ഇങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. ആ അച്ഛനെ കെട്ടിപ്പിടിച്ച് അവളും വിതുമ്പി കരഞ്ഞു. എന്നാൽ ഇതൊന്നും തന്നെ മാത്രം ബാധിക്കാത്തതുപോലെ മാറി നിന്ന് നോക്കിക്കാണുക മാത്രമാണ് പവിത്ര ചെയ്തത്. വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ മനസ്സിൽ നിന്നും അച്ഛനെ നോവിച്ച് 2 പെൺകുട്ടികളെ അനാഥരാക്കി പോയ അമ്മയെ അവൾ വെറുത്തു തുടങ്ങി. അവളുടെ മനസ്സ് മുഴുവൻ തങ്ങൾക്ക് വേണ്ടി പിന്നീട് ഒരു ജീവിതത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ അവരെ വളർത്താൻ കഷ്ടപ്പെട്ട അവരുടെ അച്ഛനോടുള്ള സ്നേഹം മാത്രമായിരുന്നു ആ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ
ഒരു ദിവസം മുറ്റത്തേക്ക് ഇട്ടുപോയ പേപ്പർ എടുത്ത് മറിക്കുമ്പോൾ ഇടയിലായി കൊടുത്തിരുന്ന വാർത്തയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. ആദ്യം കണ്ണുകൾ നിറഞ്ഞൊഴുകിയെങ്കിലും പിന്നീട് ആ മുഖത്ത് ദേഷ്യം മാത്രമായിരുന്നു. സീരിയൽ നടി ഊർമിള വിവാഹിതയായി. അത്രയും കണ്ടപ്പോൾ തന്നെ പിന്നീടുള്ളത് വായിക്കാൻ തോന്നാതെ ആ ന്യൂസിനൊപ്പം വന്ന വാർത്തയ്ക്കൊപ്പം ചിരിച്ച് തൻ്റെ പുതിയ ജീവിത പങ്കാളിയെ ചേർന്ന് നിന്ന് തൻ്റെ അമ്മയുടെ മുഖമുള്ള ന്യൂസ് പേപ്പർ അവൾ വലിച്ചു കീറി. തൻ്റെ അച്ഛൻ ഇത് കണ്ടാൽ ഒരിക്കലും സഹിക്കില്ലെന്ന് മനസ്സിലാക്കിയ പല്ലവി ആ പേപ്പർ കഷ്ണങ്ങളെല്ലാം തീയിട്ട് നശിപ്പിച്ചു. എന്നാൽ കവലയിലേക്ക് സാധനങ്ങൾ വാങ്ങാനിറങ്ങിയ സത്യനെ തൻ്റെ മുൻ ഭാര്യ വേറൊരുത്തനെ കല്യാണം കഴിച്ചു. നിന്നെയും മക്കളെയും കല്യാണത്തിന് വിളിച്ചില്ലേ എന്ന് പറഞ്ഞ് ആ പത്രക്കടലാസ് കാണിച്ചുകൊണ്ട് അവർ കളിയാക്കി ചോദിച്ചു. എന്നാൽ അതൊന്നും താങ്ങാനാവാതെ അയാൾ കുഴഞ്ഞു വീണു. അത് മറ്റാക്ക്. അപ്പോഴും ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, ഇനിയൊരു ഷോക്ക് ഉണ്ടായാൽ ചിലപ്പോൾ ആള് ജീവനോടെ ഉണ്ടാവണമെന്നില്ലെന്ന്. അതുകൊണ്ട് തന്നെ എന്ത് ബുദ്ധിമുട്ടുകൾ തോന്നിയാലും ഒന്നും അച്ഛനെ അറിയിക്കില്ല. കാരണം അച്ഛൻ കൂടെ പോയാൽ അവൾക്ക് ആരുമില്ലെന്ന് അറിയാമായിരുന്നു. എന്നാൽ ആ അച്ഛൻ്റെ ജീവൻ പവിത്രയുടെ തെറ്റായ ജീവിത രീതികൾ കണ്ടുകൊണ്ട് തന്നെ ഹൃദയം പൊട്ടി മരിക്കേണ്ടി വന്നു. എല്ലാ ഓർമ്മകളും ഇന്നലെ കഴിഞ്ഞതുപോലെ അവളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു നിന്നു. ഇന്നവർ തനിക്ക് ആരുമല്ല, തികച്ചും അന്യരാണ്. തൻ്റെ അമ്മ ലേഖയല്ല അവർ, ലേഖയിൽ നിന്നും ഊർമിള ജനാർദ്ദൻ വർമ്മയായിരുന്നു അവർ. അപ്പോഴേക്കും സുപ്രിയയും ഊർമിളയും പല്ലവിയും മുന്നിൽ വന്നു നിന്നു. എന്തേ കർണനൊപ്പം പോകാതെ? കുഞ്ഞിനെ അവൻ കൊണ്ടുപോകുന്നത് കണ്ടല്ലോ. അപ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ അമ്മയും അവനോടൊപ്പം പോകേണ്ടതല്ലേ? സത്യത്തിൽ നീയൊക്കെ ജോലിക്ക് വരുന്നതാണോ അതോ വേറെ വല്ലതിനും വരുന്നതാണോ? ഊർമിളയുടെ ആ സംസാരം അർച്ചനയ്ക്ക് പിടിച്ചില്ല. അവൾക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. പിന്നെ പല്ലവിയെ ഓർത്ത് മാത്രം അവൾ ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചു. അല്ലെങ്കിലും ഈ ഒരു ഗതിയുമില്ലാത്തവൾമാർക്ക് പുളിങ്കൊമ്പിലുള്ളവരെ പോകും. അതിനെ അവളുമാർക്ക് കുട്ടികളുണ്ടെങ്കിലും അവർക്ക് പ്രശ്നമല്ല. ഇപ്രാവശ്യം അർച്ചനയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി. അതിന് നിന്റെ കൂടെ നിൽക്കുന്ന ഇവരെ പോലെയാണ് എല്ലാവരും എന്ന് കരുതിയോ? നീ ആരാടി എൻ്റെ അമ്മയെ പറയാൻ? എൻ്റെ മമ്മ ഇതുപോലെ മക്കളെ കളഞ്ഞിട്ടൊന്നുമല്ല എൻ്റെ അച്ഛനെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് എൻ്റെ മമ്മിക്ക് നേരെ നീ സംസാരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇവളുമാരെ പോലെയുള്ള ലോ ക്ലാസ് പെൺപിള്ളേരുടെ ഇതുപോലെ സംസാരമേ വരൂ. മോൾക്കറിയില്ലേ? ലാസ്റ്റ് സുപ്രിയയെ നോക്കി പറയുമ്പോൾ അവൾ അവർക്ക് നേരെ ചിരിച്ചു കാണിച്ചു. അർച്ചന വീണ്ടും എന്തോ അവർക്ക് നേരെ പറയാൻ വന്നതും വേണ്ട എന്ന രീതിയിൽ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു പല്ലവി. ഊർമിള പല്ലവിക്ക് നേരെ തിരിഞ്ഞു. നീ ആരെന്നോ എന്തെന്നോ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മകളുടെ ജീവിതത്തിൽ നീയോ നിന്റെ കുഞ്ഞോ ഒരു തടസ്സമാവരുത്. ജോലിക്ക് വന്ന നിന്റെ ജോലി മാത്രം നോക്കി പോണം. അല്ലാതെ അവിടെയുള്ളവരെ വളച്ച് നിന്റെ കയ്യിലാക്കാമെന്ന് കരുതുകയല്ല വേണ്ടത്. നാളെ അതിൻ്റെ എല്ലാം അവകാശിയാവേണ്ടത് എൻ്റെ ഈ മോളാ. അപ്പോൾ അവൾക്കിടയിൽ ആരെങ്കിലും തടസ്സമായി വന്ന ഈ ഊർമിളയുടെ തനി സ്വഭാവം അറിയും. അതുകൊണ്ട് ഇനി മേലിൽ നിന്നെയും നിന്റെ കുഞ്ഞിനെയും ഇതുപോലെ അവനോടൊപ്പം കാണാൻ ഇടവരരുത്. വന്നാൽ പിന്നെ ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓർമ്മയിൽ വെച്ചാൽ നിനക്ക് നല്ലത്. അത്രയും പല്ലവി നോക്കി പറഞ്ഞുകൊണ്ട് ഊർമിളയും സുപ്രിയയും നടന്നുപോയി. പല്ലവി അർച്ചനയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അതും സ്വന്തം അമ്മ. സ്വന്തം മകളെ ചേർത്ത് പിടിക്കേണ്ട കരങ്ങൾ കൊണ്ട് മറ്റൊരുവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. മറ്റൊരുവൾക്ക് വേണ്ടി സ്വന്തം മകളുടെ കണ്ണുനീര് പോലും കാണാൻ കൂട്ടാക്കുന്നില്ല. അതെങ്ങനെ? ആ അമ്മ പോലും അവർ ഉപേക്ഷിച്ചു പോയ കുഞ്ഞിനെ അപ്പോൾ തന്നെ മറന്നിരിക്കുന്നു. പിന്നെ എങ്ങനെ ഓർക്കാനാണ്? ഇപ്പോൾ സ്വന്തം മകളെ കണ്ടാൽ പോലും ആ അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറിയിരിക്കുന്നു. തിരിച്ചറിഞ്ഞാൽ തന്നെ ഒരിക്കലും അവർ അവളെ ചേർത്ത് പിടിക്കില്ല. കാരണം അവർക്കിന്ന് സ്വന്തം മക്കളെക്കാൾ വലുത് മറ്റു പലവർ തന്നെ കെട്ടിപ്പൊക്കിയ പുതിയ ബന്ധങ്ങൾക്കാണ്. അർച്ചനയ്ക്ക് പല്ലവിയോട് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. അവൾ പല്ലവിയെ അവിടെയുള്ള ചെയറിലിരുത്തി അവളെ കൊണ്ട് കഴിയും പോലെ അർച്ചന അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം ഊർമിളയോട് അവൾക്ക് ദേഷ്യം തോന്നി. ഒരമ്മയും ഒരു മക്കളോടും ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ഓർത്തുകൊണ്ട്. മിത്തുമോളെയും കൊണ്ട് കാറിലിരിക്കുമ്പോൾ കണ്ണൻ്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. അവൻ അവളെ അവനിലേക്ക് ചേർത്തിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ടു. അപ്പോഴും ആ കുഞ്ഞു മോണ കാട്ടി അവളുടെ കുഞ്ഞു കരങ്ങൾ അടിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ആ കുഞ്ഞു കാന്താരിക്ക് പുതിയ കാഴ്ചകളായിരുന്നു. കർണൻ അവളെയും വെച്ച് വണ്ടി ഓടിക്കുമ്പോൾ ആ കുഞ്ഞു കരങ്ങൾ അവൻ്റെ കൈകൾ വണ്ടി ഓടിക്കുമ്പോൾ ദിശ മാറുന്നത് കണ്ടതും അവളും അവളുടെ കുഞ്ഞു കരങ്ങൾ അതുപോലെ വണ്ടിയിൽ പിടിച്ചു തിരിക്കാൻ കിടന്നീട്ടുന്നുണ്ട്. എന്നാൽ ആ കുഞ്ഞു കരങ്ങൾ അവിടേക്ക് എത്തിയില്ല. എന്നിട്ട് വീണ്ടും അതുപോലെ ചെയ്യാൻ നോക്കുന്ന അവളുടെ കുറുമ്പ് നിറഞ്ഞ നോട്ടത്തോടെയുള്ള ഓരോന്നും കാണുമ്പോൾ കർണൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. അവനിടയ്ക്കിടയ്ക്ക് കുനിഞ്ഞു മിത്തുമോൾക്ക് തലയിലും ചെവിയിലും കവിളിലൊക്കെയായി ഓരോ ഉമ്മയും കൊടുത്തു. കർണൻ അവൾക്ക് ഓരോ പ്രാവശ്യം ഉമ്മ കൊടുക്കുമ്പോഴും അവളുടെ കുഞ്ഞി കൈ വന്ന്
അവൾ വായിൽ വെച്ച് നുണഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ശബ്ദവും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു.